ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വവറദ ഹദീസിൽ വന്നിരിക്കുന്നു. എന്താണ് ഹദീസ്? മൻ ഹജ്ജ, ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ, ഹാദൽ ബൈത്ത, ഈ വിശുദ്ധ ഭവനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച വിശുദ്ധ കഅബ ശരീഫാവുന്ന ഈ പുണ്യഗേഹത്തിന് ആരെങ്കിലും യഥാവിധി ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ, ഖറജ മിൻ ദുനൂബിഹി, ആ ഹജ്ജ് നിർവഹിച്ച വ്യക്തി തന്റെ ദോഷങ്ങളിൽ നിന്നെല്ലാം പുറപ്പെടും. ഏതുപോലെ കയൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ മാതാവ് അവനെ പ്രസവിച്ച സമയത്ത് എങ്ങനെ പാപമുക്തനും വിശുദ്ധനുമായാണോ ഈ ലോകത്തേക്ക് അവൻ വന്നത്, അതേ രീതിയിൽ സകലമാന കുറ്റങ്ങളും പോരായ്മകളും എല്ലാം പൊറുക്കപ്പെട്ട് ഒരു ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ വിശുദ്ധനായി പുറത്തു വരും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസിന്റെ ബാഹ്യാർത്ഥം വെച്ച് നോക്കുമ്പോ ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് ജനിച്ചു വരുമ്പോ അവന് അല്ലാഹുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളോ തെറ്റുകളോ ഇല്ല, ചെറുതോ വലുതോ ആയ പാപങ്ങളില്ല എന്ന് മാത്രമല്ല, ജനങ്ങളുമായി ബന്ധപ്പെട്ട ഹക്കടപാടുകളോ വാക്കടപാടുകളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുപോലെ എന്ന് പറഞ്ഞാൽ ഹജ്ജ് ശരിയാം വണ്ണം നിർവഹിച്ചാൽ അവന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പൊറുക്കപ്പെടും. അതന്നെ അല്ലാഹുവുമായി ബന്ധപ്പെട്ടതും പടപ്പുകളുമായി ബന്ധപ്പെട്ടതുമായ എല്ലാം പൊറുക്കപ്പെടും എന്നാണ് ഈ ഹദീസിന്റെ ബാഹ്യ അർത്ഥം. എന്നാൽ ഖാല ശൈഖുന, മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഫി ഹാഷിയത്തിൽ ഈവാഹി, ഇമാം നവവി റഹ്മത്തുള്ളാഹി തങ്ങളുടെ ഹജ്ജിന്റെ മനാസിക് പറയാൻ വേണ്ടി രചിക്കപ്പെട്ട ഈവാഹി എന്ന വിശുദ്ധമായ കിതാബിന്റെ വിശദീകരണമാവുന്ന തന്റെ ഹാഷിയയിൽ പറയുന്നു, ഈവാഹിന്റെ ഹാഷിയയിൽ, ഖൗലുഹു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനം, കയൗമ വലദതുഹു ഉമ്മുഹു, തന്റെ മാതാവ് തന്നെ പ്രസവിച്ച ദിവസത്തിലുള്ളത് പോലെ എല്ലാ ദോഷങ്ങളിൽ നിന്നിട്ടും അവൻ പുറത്തു വരും എന്ന് പറയുന്ന പരിശുദ്ധമായ ഹദീസിലെ തിരുവചനം യശ്മലു, അത് ഉൾപ്പെടുത്തും അത്തബിആത്തി, പടപ്പുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, ഹക്കടപാടുകൾ തുടങ്ങിയതൊക്കെ. അപ്പോ അല്ലാഹുവുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ ദോഷങ്ങൾക്ക് പുറമെ മനുഷ്യരുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ ദോഷങ്ങളിൽ നിന്നും പുറപ്പെടും എന്ന് അതുകൂടി ഉൾപ്പെടും എന്നാണ് ഹദീസിന്റെ താല്പര്യം പ്രത്യക്ഷത്തിൽ. എന്ന് മാത്രമല്ല, വറദ, ഹദീസിൽ വന്നിട്ട് തന്നെ ഉണ്ട് അത്വസ്രീഹു ബിഹി, തബിആത്ത് കൂടി, അതായത് മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഉൾപ്പെടെ പൊറുക്കപ്പെടും എന്ന് വ്യക്തമായി തന്നെ റിവായത്തിൽ വന്നിട്ടുണ്ട്. ഫീ റിവായത്തിൽ, ഒരു റിവായത്തിൽ അങ്ങനെ തന്നെ വ്യക്തമായി വന്നിട്ടും ഉണ്ട്. അപ്പൊ ഈ ഹദീസിൽ പ്രത്യക്ഷത്തിലും മറ്റൊരു ഹദീസിൽ വ്യക്തമായി തന്നെയും എല്ലാ ഹക്കടപാടുകളും തെറ്റുകുറ്റങ്ങളും പൊറുക്കപ്പെടും എന്ന് തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. എന്നുമല്ല, വഅഫ്താബിഹി, അങ്ങനെ ഈ തബിആത്ത് മനുഷ്യനുമായി ബന്ധപ്പെട്ട ഇടപാട് ഹക്കുകൾ ഉൾപ്പെടെ പൊറുക്കപ്പെടും എന്ന് ഫത്വ ചെയ്തിട്ടുമുണ്ട് ബഅ്ദു മശായിഖിന, നമ്മുടെ ഗുരുനാഥന്മാരിൽപ്പെട്ട ചില അയിമ്മത്ത്. ഇബ്നു ഹജർ ഹൈതമി തങ്ങളല്ല, അല്ലാത്ത നമ്മുടെ മശായിഖന്മാരിൽപ്പെട്ട മറ്റ് ചില അയിമ്മത്ത് അത് വ്യക്തമായി തന്നെ ഫത്വയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹദീസിന്റെ പ്രത്യക്ഷത്തിൽ ലഭിക്കുന്നതും ചില ഉസ്താദന്മാര് ഫത്വ ചെയ്തതുമായ മനുഷ്യന്റെ ഇടപാടുകൾ ഹക്കുകൾ ഉൾപ്പെടെ പൊറുക്കപ്പെടും
എന്ന് ധ്വനിപ്പിക്കുന്നുണ്ടെങ്കിലും ലാക്കിൻ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും വാഹിറു കലാമിഹിം മഹാന്മാരായ ഫുഖഹാ ഫിഖ്ഹിന്റെ ഉലമാക്കന്മാരുടെ വാക്കുകളുടെ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അത് യുഖാലിഫുഹു ഇതിനോട് യോജിച്ചു പോകുന്നില്ല, വിയോജിപ്പാണ്. അതായത് മനുഷ്യന്റെ ഹക്കടപാടുകൾ അതുപോലെ തന്നെ വൻദോഷങ്ങൾ എന്നിവ ഇതിൽ പെട്ടുകൊള്ളണം എന്നില്ല. കാരണം വൻദോഷങ്ങൾ ചെയ്താൽ അതിന് തൗബ ചെയ്യണമെന്നും മനുഷ്യനുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഹക്കുകളാണെങ്കിൽ അത് അവരെ കൊണ്ട് തന്നെ വീട്ടുകയോ പൊരുത്തപ്പെടുകയോ വേണം എന്നുമുള്ളത് ബഹുമാനപ്പെട്ട ഫുഖഹാഇന്റെ ഉസൂൽ അനുസരിച്ചുള്ള നിയമമാണ്. ഇങ്ങനെ രണ്ട് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ ബാഹ്യാർത്ഥം നോക്കുമ്പോ എല്ലാം പെടും എന്ന് മാത്രമല്ല, ചില മശായിഖന്മാര് അങ്ങനെ എല്ലാം പെടും എന്ന് ഫത്വയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഫുഖഹാഇന്റെ കൗലുകൊള്ള നോക്കുമ്പം ഫുഖഹാ പറയുന്ന ഉസൂലിന്റെ കായികകൊള്ള നോക്കുമ്പോൾ വൻദോഷങ്ങളും അക്കടപാടുകളും മനുഷ്യരുമായി ബന്ധപ്പെട്ട അക്കടപാടുകളും ഒക്കെ അത് തൗബ ചെയ്യുകയും പൊരുത്തപ്പെടുകയും വേണം എങ്കിലേ പെടൂ. അല്ലാതെ തബിഅത്ത് ഈ ഹജ്ജ് പോലെയുള്ള സൽക്രമങ്ങളെ കൊണ്ട് പൊറുക്കപ്പെടും എന്ന് പറയുന്നതിൽ ഉൾപ്പെടില്ല എന്ന. എന്നാൽ വൽ അവ്വലു എല്ലാം പെടും മുഴുവൻ പൊറുക്കപ്പെടും എന്നതാണ് ഔഫഖു ബിളവാഹിരി സുന്നത്തി ഹദീസിന്റെ ബാഹ്യ കൊള്ള നോക്കുമ്പം അതാണ് കൂടുതൽ ചേർച്ച. എല്ലാം പൊറുക്കപ്പെടും, ഒരു അക്കടപാടായാലും അല്ലാത്തതായാലും ചെറുദോഷായാലും വൻദോഷായാലും എല്ലാം പൊറുക്കപ്പെടും എന്നതാണ് പരിശുദ്ധമായ ഹദീസുകളുടെ ബാഹ്യാർത്ഥത്തിൽ നോക്കുമ്പം അങ്ങനെയാണ് വരുന്നത്. എന്നാൽ വസാനി രണ്ടാമത്തേത് പറഞ്ഞാൽ ചെറുദോഷങ്ങളാണ് അപ്പറഞ്ഞതൊക്കെ. വൻദോഷങ്ങൾ പൊറുക്കണമെങ്കിൽ തൗബ ചെയ്യണം, മനുഷ്യനുമായി ബന്ധപ്പെട്ട അക്കടപാടുകൾ വേണമെങ്കിൽ ഒരു പക്ഷെ വീട്ടുകയോ അതല്ലെങ്കിൽ അവരോട് പൊരുത്തപ്പെടിക്കുകയോ വേണം എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ കൗലാണ് ഔഫഖു ബിൽ ഖവായിദി ഉസൂലിന്റെ തത്വവുമായി കൊണ്ട് ഏറെ യോജിച്ചു വരുന്നത്. ഉസൂലിന്റെ തത്വം എന്ന് പറയുമ്പോൾ അത് വേറെ ഒന്നാണെന്ന് ആരും വിചാരിക്കേണ്ട. ഉസൂൽ എന്ന് പറയുന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുമാർ ക്രോഡീകരിച്ച നിയമാവലിയാണ് ഉസൂല്. അപ്പൊ അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും മുഴുവൻ ആകത്തുകയാണ്. ഏതെങ്കിലും ഒരു ഹദീസിന്റെയോ ഏതെങ്കിലും ഒരു ആയത്തിന്റെയോ ബാഹ്യാർത്ഥം നോക്കിക്കൊണ്ടല്ല, ഖുർആൻ സമഗ്രമായി പരിശോധിച്ച് ഹദീസിനെ ആദ്യന്തം പരിശോധിച്ച് അതിൽ നിന്നും ക്രോഡീകരിക്കപ്പെടുന്ന ചില പൊതു നിയമങ്ങൾക്കാണ് ഉസൂൽ എന്ന് പറയുന്നത്. അപ്പൊ ഖുർആനിന്റെയും ഹദീസിന്റെയും മുഴുവൻ താല്പര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പൊതുതത്വങ്ങളാവുന്ന ഉസൂൽ അനുസരിച്ച് വൻദോഷങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ തൗബ വേണം. അതുപോലെ തന്നെ പടപ്പുകളുമായി ബന്ധപ്പെട്ട ഹക്കടപാടുകളോ വാക്കടപാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് വീട്ടണം, അതല്ലെങ്കിൽ പൊരുത്തപ്പെടിക്കണം. അല്ലാതെ സ്വാലിഹായ അമലുകൾ ചെയ്തുകൊണ്ട് പൊറുക്കപ്പെടും എന്ന് പറയുന്നതിൽ മനുഷ്യന്റെ ഇടപാടുകൾ പെടുന്നില്ല, അതുപോലെ തന്നെ വൻദോഷങ്ങൾ പെടുന്നില്ല എന്നതാണ് ഉസൂൽ. ഇങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ട്. എന്നാൽ സുമ്മ റഅയ്തു മുസന്നിഫ് തങ്ങൾ പറയാണ് ഇങ്ങനെയാണ് നിയമം. പക്ഷെ പിന്നെ ഞാൻ നേരിൽ തന്നെ കണ്ടിട്ടുണ്ട് ബഅ്ദൽ മുഹഖഖീങ്ങളായ ചില മഹാന്മാരായ പണ്ഡിതന്മാര് നഖലൽ ഇജ്മാ അലൈഹി ഈ കായിക അനുസരിച്ചുള്ള ഈ രണ്ടാമത്തെ കൗലുണ്ടല്ലോ, അഥവാ ഹക്കടപാടുകൾ അതുപോലെ തന്നെ വൻദോഷങ്ങൾ എന്നിങ്ങനെയുള്ള തബിആത്തുകളൊന്നും ഈ പൊറുക്കുക എന്ന് പറയുന്നതിൽ പെടില്ല എന്ന വിഷയത്തിൽ മഹാന്മാരായ മുജ്തഹിദീങ്ങൾക്ക് ഇജ്മാ ഉണ്ട്, മുജ്തഹിദികളെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമുണ്ട് എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വബിഹി ഈ ഇജ്മാൻ കൊണ്ട്, ഇജ്മാൻഡെന്ന് പറഞ്ഞാൽ അത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് പ്രമാണമായി. ആ പ്രമാണമാവുന്ന ഇജ്മാ കൊണ്ട് ഇഫ്താഉൽ മദ്കൂർ നമ്മളെ മശായിഖന്മാരിൽപ്പെട്ട ചില വഫ്താബിഹി ബാഹു മശായിഖിനാന്നറിഞ്ഞത് നമ്മളെ മശായിഖന്മാരിൽപ്പെട്ട ചില ഇമാമിയങ്ങൾ തബിയാത്ത് ഉൾപ്പെടെയുള്ള പാപങ്ങൾ ഹജ്ജ് കണ്ടു പൊറുക്കപ്പെടും എന്ന് ഫത്വ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ആ ഫത്വ അതിനെതിരിൽ ഇജ്മാ ഉണ്ട് എന്ന് വന്നാൽ ആ ഫത്വ മർദൂദായി പോകും, അത് തള്ളപ്പെട്ടു പോകും. കാരണം ഇജ്മാനെതിരെയുള്ള ഫത്വ നടക്കൂല.
എങ്ങനെയാണ് ഫത്വ ചെയ്തത്? തമസ്സുകം ബിൽ ളവാഹിരി, ചില ഹദീസുകളുടെയൊക്കെ പ്രത്യക്ഷം നോക്കിയിട്ട് തബിഅത്ത് ഉൾപ്പെടെ പൊറുക്കപ്പെടും എന്ന് ഫത്വ ചെയ്ത ഫത്വ ഉലമാഇന്റെ ഉസൂലിൽ അനുസരിച്ച് ഇജ്മാ കൊണ്ട് തന്നെ ജനങ്ങളുടെ തബിഅത്ത്, വൻദോഷം എന്നിവ ഒഴിച്ച് ബാക്കിയുള്ളത് ഈ പറയുന്ന സ്വാലിഹ അമലുകളെ കൊണ്ട് പൊറുക്കപ്പെടുകയുള്ളൂ എന്ന ഇജ്മാ ഉണ്ടെന്ന് വന്നാൽ അതിനുള്ള ഫത്വ പിന്നെ സ്വീകാര്യമല്ല എന്ന് വരും. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ ദോഷങ്ങൾ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. വൻദോഷങ്ങളും അള്ളാഹുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവന്റെ ഫضل കൊണ്ട് പൊറുക്കപ്പെട്ടിരിക്കാം, എന്നാൽ തൗബ കൂടി വേണം എന്നതാണ് മുഅ്തമദ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട ഹക്കുകളാണെങ്കിൽ അത് പൊരുത്തപ്പെടിക്കാൻ കഴിയുന്നത് പൊരുത്തപ്പെടിക്കുക, കൊടുത്തു വീട്ടാൻ കഴിയുന്നത് കൊടുത്തു വീട്ടുക എങ്കിലേ പൊറുക്കപ്പെടുള്ളൂ. ഇനി കൊടുത്തു വീട്ടണമെന്ന സതുദ്ദേശത്തോടു കൂടി പൊരുത്തപ്പെടിക്കണമെന്ന സതുദ്ദേശത്തോടു കൂടി അവൻ തൗബ ചെയ്യുകയും പക്ഷെ സംഗതി വശാൽ അതിന് സാധിക്കാതെ വരികയും ചെയ്താൽ അള്ളാഹുവിന്റെ ഫضل കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹുഖൂഖ് അവകാശപ്പെട്ട ആളുകൾക്ക് അവരുടെ അവകാശത്തിന് പകരമായി പ്രതിഫലം കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനെ രക്ഷപ്പെടുത്തിയിരിക്കാം. ആട്ടെ, അപ്പോ നമ്മൾ എന്ത് പറഞ്ഞു വന്നു? മത്തനില് അതിന്റെ ഇടക്ക് കുറച്ച് പറഞ്ഞ ബാബുൽ ഹജ്ജി എന്നാണല്ലോ തുടക്കത്തിൽ പറഞ്ഞ്, എന്നിട്ട് പിന്നെ ബാക്കിയൊക്കെ വിശദീകരണങ്ങൾ പറഞ്ഞു പോന്നതാ. ബാബുൽ ഹജ്ജി എന്ന് പറഞ്ഞതിന് ശേഷം അതിനെ തുടർന്ന് വൽ ഉംറത്തി എന്ന്. അപ്പൊ ശരിക്ക് ഫത്ഹുൽ മുഈന്റെ മത്ന് പറയുന്നത് അഥവാ ഖുറത്തുൽ ഐൻ പറയുന്നത് ബാബുൽ ഹജ്ജി വൽ ഉംറത്തി എന്ന. അപ്പൊ ഹജ്ജിനെ പറ്റി പറഞ്ഞപ്പോ കുറച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി ഉംറ എന്ന് പറഞ്ഞാൽ എന്താ? വഹിയ, ഉംറ എന്നത് ലുഗതൻ ഭാഷാർത്ഥത്തില് സിയാറത്തു മക്കാനിൻ ആമിരിൻ, ഒരു ഇമാറത്ത് ചെയ്യപ്പെട്ട, എപ്പോഴും ഇമാറത്ത് ചെയ്യപ്പെട്ട മഅമൂറത്തായ ഒരു സ്ഥലത്തെ സന്ദർശിക്കുക എന്നാണ് ഉംറയുടെ അർത്ഥം. നേരത്തെ പറഞ്ഞ മുഅല്ലമായ ആദരിക്കപ്പെടുന്ന സ്ഥലത്തെ ഉദ്ദേശിക്കുക എന്നാണല്ലോ. എന്നതുപോലെ ഉംറ എന്ന് പറഞ്ഞാൽ ഇമാറത്ത് ചെയ്യപ്പെട്ട സ്ഥലം സന്ദർശിക്കുക എന്നാണ്. എന്നാൽ ശർഅൻ, ശറഉൽ ഹജ്ജ് എന്ന് പറയുന്നതിനെ തുടർന്ന് പറയുന്ന ഉംറ എന്നാൽ ഖസ്ദുൽ കഅബത്തി, കഅബ ശരീഫിനെ ലക്ഷ്യം വെക്കുക എന്നാണ്. എന്തിനു വേണ്ടിയിട്ട് കഅബ ശരീഫിനെ ഉദ്ദേശിച്ചു പോവുക എന്ന്? ലിന്നുസുക്കില്ലാത്തി, ശേഷം പറയുന്ന ഉംറ എന്ന പ്രത്യേകമായ ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ട് കഅബ ശരീഫിനെ ലക്ഷ്യം വെക്കുക. അപ്പോ ഹജ്ജ് എന്ന് പറയുന്ന പ്രത്യേക ഇബാദത്തും ഉംറ എന്ന് പറയുന്ന പ്രത്യേക ഇബാദത്തും, ആ രണ്ട് ഇബാദത്തുകളെ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടൽ യജിബാനി, ഈ ഹജ്ജ് എന്ന ഇബാദത്തും ഉംറ എന്ന ഇബാദത്തും വുജൂബാകും. ഐ അൽ ഹജ്ജു വൽ ഉംറത്തു, രണ്ടും വുജൂബാണ് എന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു കൗലുണ്ട്. ഹജ്ജ് ചെയ്താൽ ആ കൂട്ടത്തിൽ ഉംറയും കൂടി പെടുവല്ലോ. ഹജ്ജിലില്ലാത്ത എന്തെങ്കിലും ഒരു അമല് ഉംറയിലില്ല. അപ്പൊ ഹജ്ജ് ചെയ്താൽ തന്നെ മതി, പിന്നെ ഉംറ വേണ്ട എന്നൊരു അഭിപ്രായം വരാൻ സാധ്യതയുണ്ട്. അത് റദ്ദ് ചെയ്തുകൊണ്ട് പറയുന്നു വലാ യുഗ്നി അൻഹുമാ, ഈ ഹജ്ജിനും ഉംറക്കും രണ്ടിനും കൂടി മതിയാവില്ല. അൽ ഹജ്ജു, ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്താൽ അതുകൊണ്ട് ഉംറയും കൂടി പെടും എന്ന് പറയാൻ പറ്റൂല. ഹജ്ജ് വേറെ വുജൂബാണ്, ഉംറ വേറെ വുജൂബാണ്. ഹജ്ജ് ചെയ്തത് കൊണ്ട് ഉംറന്റെ വുജൂബ് ഒഴിവാകുന്നില്ല. തിരിച്ചിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഉംറ ചെയ്തത് കൊണ്ട് ഹജ്ജിന്റെ വുജൂബ് ഒഴിവാകില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചാല് ഉംറയിലില്ലാത്ത പ്രധാനപ്പെട്ട പല അമലുകളും ഹജ്ജിലുണ്ട്. എന്നാൽ ഹജ്ജിലില്ലാത്ത ഒരു അമലും ഉംറയിൽ ഇല്ല. അങ്ങനെ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഹജ്ജ് കൊണ്ട് ഉംറയും ഹജ്ജും രണ്ടും കൂടി കിട്ടൂല. ഹജ്ജ് ചെയ്ത ഹജ്ജിനെ ഉള്ളു, ഉംറ വേറെ വേണം എന്ന് പ്രത്യേകം പറയാൻ കാരണം. തിരിച്ചാണെങ്കിൽ അതിൽ പിന്നെ സംശയമില്ല, അങ്ങനെ തന്നെയാണ്. ഉംറ ചെയ്തത് കൊണ്ട് ഹജ്ജിന്റെ ഫർദ് കൂടൂല, അത് വേറെ തന്നെയാണ് സംഗതി. രണ്ടിനും കൂടി ഹജ്ജ് മതിയാവൂല. ഹജ്ജ് വേറെയും ഉംറ വേറെയും തന്നെ വേണം. സംഗതി ഇതിന് ഇഷ്ടമല്ല. ഈ ഹജ്ജ്
ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ പോലും അലിഹ ഈ ഉംറയുടെ മേൽ നേരാ ഉംറന്റെ അമലുകളൊക്കെ ഹജ്ജിലും വരുന്നുണ്ട്. അപ്പൊ ഹജ്ജ് ചെയ്താൽ തന്നെ രണ്ടും വീടിക്കൊട്ടൂല. സംഗതി ഹജ്ജിലുള്ള അമല് അല്ലാത്ത പ്രത്യേക ഒരു അമലും ഉംറയിൽ ഇല്ല. ഹജ്ജിന്റെ അമലുകൾ മുഴുവൻ ഇല്ല, അതിന്റെ ചില അമലുകളെ ഉള്ളൂ എന്ന കുറവ്. അപ്പൊ വലിയ ഹജ്ജ് ചെയ്താല് ചെറിയ ഉംറയിൽ പെടണ്ടേ? ഏതുപോലെ എന്ന് വെച്ചാൽ ഒരാൾക്ക് ചെറിയ ശുദ്ധി ഉണ്ടായി, ഒരാൾ വലിയ ശുദ്ധി ഉണ്ടായി. എന്നാൽ വലിയ ശുദ്ധിക്ക് വേണ്ടി കുളിച്ചാൽ വലിയ ശുദ്ധി ഉയരുന്ന കൂട്ടത്തിൽ ചെറിയ ശുദ്ധി കൂടെ ഉയരും. പിന്നെ അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നതുപോലെ. കാരണം എന്താന്ന് വെച്ചാൽ ചെറിയ ശുദ്ധിയിൽ ഏതാനും അവയവങ്ങൾ കഴുകൽ മാത്രമേ ഉള്ളൂ നെയ്യത്തോടു കൂടി. വലിയ ശുദ്ധിക്ക് ശരീരം മുഴുവനും കഴുകണമെന്നല്ലോ. അപ്പൊ ചെറിയ ശുദ്ധിയിൽ ഉള്ളതുമുണ്ട്, അതിന്റെ അപ്പുറമുണ്ട് വലിയ ശുദ്ധി ശുദ്ധിയാക്കുന്നതിൽ. അതുകൊണ്ട് വലിയ ശുദ്ധിയെ ശുദ്ധിയാക്കുന്നു എന്ന നെയ്യത്തോടു കൂടി കുളിച്ചാൽ വുദൂഉം കിട്ടും, കുളിയും കിട്ടും. എന്നതുപോലെ ഹജ്ജ് ചെയ്യുന്നു എന്ന നെയ്യത്തോടു കൂടി ഹജ്ജിന്റെ അമലുകൾ പൂർത്തിയാക്കിയാൽ ഹജ്ജിലില്ലാത്ത പ്രത്യേകിച്ച് ഒരു അമലും ഉംറയിൽ ഇല്ലെന്ന് മാത്രമല്ല, ഉംറന്റെ എല്ലാ അമലും ഉണ്ട്, അതിന്റെ ഏറെയുണ്ട് ഹജ്ജിൽ. അതുകൊണ്ട് ഹജ്ജ് ചെയ്തത് കൊണ്ട് ഉംറ ഒഴിവാവുന്നില്ല. ജനാബത്ത് ഒഴിച്ചതുകൊണ്ട് വുദൂ കൂടി കിട്ടുന്നത് പോലെ ഹജ്ജ് ചെയ്തത് കൊണ്ട് ഉംറയും കൂടി കിട്ടുക എന്നതില്ല എന്ന്. എന്നാൽ ഒരു ഹദീസിലുണ്ടല്ലോ ഉംറ വുജൂബില്ലാന്ന്. വഖബറു സുഇല സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ഉമ്മത്തി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉംറയെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. എന്തായിരുന്നു ചോദ്യം? അവാജിബത്തുൻ ഹിയ, ഉംറ നിർവഹിക്കൽ വുജൂബാക്കപ്പെട്ടതാണോ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ ഖാല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലാ എന്ന് പറഞ്ഞു. അപ്പൊ വാജിബല്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം? ഈ ഹദീസ് അതാ വഖബറു സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഉംറത്തി അവാജിബത്തുൻ ഹിയ ഖാല ലാ, ഉംറ വുജൂബാണോ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് അതിന് മറുപടി പറഞ്ഞത് അല്ല എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ. ആ ഹദീസാവുന്നത് ളഈഫുൻ, അത് സനദ് ബലഹീനമായതാണ്. ഇത്തിഫാഖൻ, മഹാന്മാരായ ഹുഫാദ് ഹദീസിന്റെ ഹാഫിളീങ്ങളായ ഇമാമിയങ്ങളുടെ ഏകകണ്ഠേനയുള്ള ഖൗലനുസരിച്ച് ആ ഹദീസ് ബലഹീനമാണ്, ലക്ഷ്യത്തിന് സ്വീകാര്യമല്ല. സംഗതി വൈൻ സ്വഹഹു തുർമുദിയു, ഇമാം തുർമുദി റഹ്മഹുല്ലാ ആ ഹദീസിന്റെ സനദിനെ സംബന്ധിച്ച് ഹദീസുൻ ഹസനുൻ സഹീഹുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹസനുൻ സഹീഹുൻ എന്ന് പറഞ്ഞാൽ എന്തായാലും സർവസ്വീകാര്യമാവണ്ടേ. പക്ഷേ ഇമാം തുർമുദി റഹ്മഹുല്ലാ അങ്ങനെ പറഞ്ഞെങ്കിലും ബാക്കി എല്ലാ ഹുഫാദുകളായ ഹദീസ് പണ്ഡിതന്മാരും ആ ഹദീസ് ലൈഫാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇമാം തുർമുദി റഹ്മഹുല്ലാ സഹീഹാണ് എന്ന് പറഞ്ഞത് സ്വീകാര്യമല്ല. കാരണം പൊതുവായി സഹീഹ് എന്ന് പറഞ്ഞെങ്കിലും കാര്യകാരണ സഹിതം ഒന്നിലധികം റാവികൾ സ്വീകാര്യരല്ലാതെ വൈഫായ റവാത്ത് ആ സനദിൽ ഉള്ളത് കൊണ്ട് അത് വൈഫായ സനദാണ് എന്ന് ഹാഫിളീങ്ങളുടെ ഇത്തിഫാഖുണ്ട്. അതുകൊണ്ട് ആ ഹദീസ് സഹീഹല്ല. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷാഫി മദ്ഹബിൽ ജീവിതത്തിൽ ഒരിക്കൽ സൗകര്യമുള്ള നിശ്ചിത നിബന്ധന ഒത്ത ആളുകൾക്ക് ഒരിക്കൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമായതുപോലെ ഒരിക്കൽ ഉംറ ചെയ്യലും നിർബന്ധമുണ്ട് എന്നാണ് ഷാഫി മദ്ഹബ്. എന്നാൽ ഈ ഷാഫി മദ്ഹബിന്റെ ന്യായത്തെ ഗണ്ണിച്ചുകൊണ്ട് മറ്റ് ചില ഇമ്മത്ത് പറഞ്ഞ വാദത്തെ ഗണ്ണിക്കുകയാണ് ഇവിടെ ചെയ്തത്. അപ്പൊ ഹജ്ജ് നിർബന്ധമുള്ളതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കൽ ഉംറയും നിർബന്ധമുണ്ട്. അത് ഹജ്ജ് ചെയ്തതുകൊണ്ട് ഉംറയുടെ നിർബന്ധം വീടൂല, ഉംറ വേറെ തന്നെ ചെയ്യണം. വേണമെങ്കിൽ ഖിറാൻ ചെയ്ത് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യാം. എന്നാലും പ്രത്യേകം അത് വുജൂബ് തന്നെയാണ്. അത് നിർവഹിച്ചെങ്കിലേ ആ കടമ വീടുകയുള്ളൂ. ഹജ്ജ് ചെയ്തുകൊണ്ട് ഉംറയുടെ കടമ വീടൂല. ഉംറയും ഫർളാണ്, ഹജ്ജും ഫർളാണ്. എന്നാൽ ഈ ഹജ്ജും ഉംറയും ഫർളാവുന്നത് ആരുടെ മേലിലാണ്? അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ ഓരോ മുസ്ലിമായ മനുഷ്യന്റെ പേരിലുമാണ്. മുസ്ലിം അല്ലാത്തവരുടെ മേൽ ഹജ്ജോ ഉംറയോ നിർബന്ധമില്ല. അത് നമ്മൾ നിസ്കാരത്തിന്റെ അവിടെയും പറഞ്ഞല്ലോ.
നിസ്കാരാദി കർമ്മങ്ങൾ അഥവാ ഇസ്ലാമിന്റെ ഫുറൂഇയാത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനയില്ല, മറിച്ച് മുസ്ലിം ആകാനും ആ മുസ്ലിം ആയതിനു ശേഷം നിബന്ധന അനുസരിച്ച് ചെയ്യാനുമുള്ള കൽപ്പനയുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ കൽപ്പനകൾ വിധിവിലക്കുകളൊക്കെ കാഫിറിനും ബാധകമാണ് എന്ന ഷാഫി മദ്ഹബിന്റെ ഉസൂൽ അനുസരിച്ച് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് പറയുന്നത് ദുന്യാവിൽ നിന്നിട്ട് ചെയ്യണം എന്നുള്ള കൽപ്പനയല്ല, ചെയ്യാത്തതിന്റെ പേരിൽ ശിക്ഷ ഉണ്ട് എന്നർത്ഥത്തിനാണ് തക്ലീഫ് ഉണ്ട് എന്ന് പറയുന്നത്. അഥവാ കാഫറായി എന്നതിന്റെ പേരിൽ ശിക്ഷ ഉണ്ട്, അതിന്റെ പുറമെ നിസ്കരിക്കാത്തതിന് വേറെ ശിക്ഷ, നോമ്പ് കൊടുക്കാത്തതിന് വേറെ ശിക്ഷ, സക്കാത്ത് കൊടുക്കാത്തതിന് വേറെ ശിക്ഷ, ഹജ്ജും ഉംറയും ചെയ്യാത്തതിന് വേറെ ശിക്ഷ. അപ്പൊ ഉപേക്ഷിച്ചതിന്റെ പേരിൽ ശിക്ഷ ലഭിക്കും എന്ന നിലക്ക് കാഫിരീങ്ങൾക്കും തക്ലീഫ് ഉണ്ട്. പക്ഷേ ഇവിടെ മുസ്ലിമിനെ തക്ലീഫുള്ളൂ വജൂബുള്ളൂ എന്ന് പറയാൻ കാരണം നിർവഹിക്കാനുള്ള കൽപ്പന, ചെയ്യണം എന്നുള്ള കൽപ്പന ആ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളുടെ ഉള്ളൂ. എല്ലാ മുസ്ലിമും എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള മുസ്ലിം? മുക്കല്ലഫിൻ ഐ ആഖിലിൻ ബാലിഗിൻ ആഖിലിൻ, പ്രായപൂർത്തിയെത്തിയവരും ബുദ്ധിയുള്ളവരുമായ ആളുകളുടെ മേലേ വജൂബുള്ളൂ. അപ്പോ ഒരു കുട്ടിക്ക് 10 കൊല്ലത്തിന് 10 വയസ്സാകുന്നവരെ കൊല്ലം തോറും ഈ കുട്ടിനെ കൊണ്ടുപോയി ഹജ്ജ് ചെയ്യിച്ചു. അല്ലെങ്കിൽ 15 വയസ്സ് വരെ പ്രായപൂർത്തി എത്താത്തൊരു കുട്ടിന്റെ ഈ 14 കൊല്ലവും കുട്ടിയെ കൊണ്ടുപോയി ഹജ്ജ് ചെയ്യിച്ചു. അതിനൊക്കെ കൂലിട്ടും, സുന്നത്തിന്റെ കൂലിട്ടും. പക്ഷേ കുട്ടിയുടെ ഫർദ് വീടുന്നതല്ല, കാരണം കുട്ടി മുക്കല്ലഫായിട്ടില്ല. പ്രായപൂർത്തിയെത്തിയതിനു ശേഷം സാമ്പത്തികമായും ശാരീരികമായും യാത്രാ സംബന്ധമായും സൗകര്യമൊത്തിണങ്ങിയാൽ നേരത്തെ 14 പ്രാവശ്യം 14 കൊല്ലങ്ങളിലായി ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചതുകൊണ്ട് കുട്ടിയുടെ മേലുള്ള ഫർദ് വീടിയിട്ടില്ല, വേറെ ഹജ്ജ് ചെയ്യണം. അപ്പൊ നേരത്തെ കുട്ടികൾ ചെയ്തതോ കൂലിട്ടും, കുട്ടിക്ക് സുന്നത്തിന്റെ കൂലിട്ടും, ചെയ്യിച്ച രക്ഷിതാവിനും കൂലിട്ടും. എന്നാൽ കടമ വീടൂല, ചെയ്യിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ രക്ഷിതാക്കളോ കുട്ടികളോ കുറ്റക്കാരോ ആവൂല. അതുപോലെ തന്നെ ചെയ്തു എന്നത് കൊണ്ടിട്ട് കുട്ടിയുടെ കടമ വീടുകയും ഇല്ല, പ്രായപൂർത്തിയെത്തണം. അതുപോലെ തന്നെ ആക്ടില് ബുദ്ധിയുള്ള ആളായിരിക്കും വേണം. ഇപ്പൊ ഒരാള് ബുദ്ധിയില്ലാത്ത ഒരാളെ രക്ഷിതാവ് ഇഹ്റാം ചെയ്യിച്ച്, രക്ഷിതാവ് കൂടെ പോയി, അല്ലെങ്കിൽ രക്ഷിതാവ് ഒരാളെ ഏൽപ്പിച്ച് കൂടെ കൊണ്ടുവന്നു, ഹജ്ജിന്റെ അമലുകളൊക്കെ അവനെ കൊണ്ട് നിർവഹിക്കാൻ പറ്റുന്നത് നിർവഹിപ്പിച്ചു, അല്ലാത്തത് അവന് വേണ്ടി ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്താലോ സുന്നത്തിന്റെ കൂലി കിട്ടും, ഹജ്ജിന്റെ ഫർദ് വീടൂല. ഉംറന്റെ സുന്നത്തിന്റെ കൂലി കിട്ടും, ഫർദ് വീടൂല. പിന്നെ ബുദ്ധിയൊക്കെ ശരിയായതിനു ശേഷം ഇവന് സൗകര്യവും കഴിവും ഒത്തിണങ്ങിയാൽ വേറെ തന്നെ ചെയ്യണം. മുമ്പ് വാപ്പ കൊണ്ടുപോയി ബുദ്ധിയില്ലാത്ത സമയത്ത് ചെയ്യിച്ചല്ലോ എന്നതുകൊണ്ട് ഫർദ് വീടുക, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പ്രായപൂർത്തിയുള്ളവരും ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ ഫർദാവുള്ളൂ. അല്ലാത്ത പ്രായപൂർത്തി എത്താത്തവരോ ബുദ്ധിയില്ലാത്തവരോ രക്ഷിതാക്കളോട് കൂടി വകതിരിവില്ലാത്തവരാണെങ്കിൽ രക്ഷിതാക്കൾ അവന് വേണ്ടി ഹറാം ചെയ്യുകയും അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് രക്ഷിതാവ് ചെയ്യിക്കുകയും ചെയ്യാൻ പറ്റാത്തത് രക്ഷിതാവ് ചെയ്യുകയും ചെയ്യുക. വകതിരിവുള്ള പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി രക്ഷിതാവ് ഹറാം ചെയ്യുകയോ അല്ലെങ്കിൽ രക്ഷിതാവ് കുട്ടിയോട് ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതം കൊടുക്കുകയോ ചെയ്തിട്ട് കുട്ടി രക്ഷിതാവിന്റെ സമ്മതപ്രകാരം ഇഹ്റാം ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യാൻ പറ്റാത്തത് അവന് വേണ്ടി ചെയ്യിപ്പിച്ചാൽ സഹിയാകും, കൂലിട്ടും. പക്ഷേ അതുകൊണ്ട് ഫർദ് വിടൂല. അപ്പൊ വുജൂബാകണമെങ്കിൽ മുക്കല്ലഫാവണം എന്നർത്ഥം. അല്ലാതെ കുട്ടികൾ ഹജ്ജ് ചെയ്താല് അല്ലെങ്കിൽ ഉംറ ചെയ്താൽ കൂലിട്ടൂല എന്നോ സഹിയാവൂല എന്നോ അതിനർത്ഥമില്ല. പിന്നെ ഹുല്ലിൻ, സ്വതന്ത്രരും ആവണം. അടിമകൾ ഇന്നിപ്പോ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അടിമ ഇല്ല ലോകത്ത്. അടിമ ഉള്ള സമയത്ത് അടിമ ഹജ്ജ് ചെയ്തു അല്ലെങ്കിൽ ഉംറ ചെയ്തു, ഉടമക്കാരന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഉംറ ചെയ്തത്, അല്ലെങ്കിൽ ഉടമക്കാരന്റെ കൂടെ പോയിട്ടാണ് ചെയ്തത് ഹജ്ജ് ഉംറ ചെയ്തതെങ്കിൽ അതുകൊണ്ട് സുന്നത്ത് കൂലിയിട്ടു. പക്ഷേ പിന്നീട് അവൻ സ്വതന്ത്രനായി, അതിനുശേഷം അവന് കഴിവൊത്തിണങ്ങിയാൽ ഫർളായത് വേറെ തന്നെ ചെയ്യണം. അടിമയായ സമയത്ത് ചെയ്തത് കൊണ്ട് ഫർള് വിടൂല. അപ്പൊ മുസ്ലിമും മുക്കല്ലഫും ഹുറൂമാവണം. ഫലായജിബാനി, ആകയാൽ ഹജ്ജും ഉംറയും രണ്ടും തന്നെ നിർബന്ധമാവുകയില്ല അലാസുബിയൻ, പ്രായപൂർത്തിയാകാത്തവരുടെ മേലിൽ, വമജ്നൂനിൻ, ബുദ്ധിയില്ലാത്തവരുടെ മേലിലും, വല അലാ റഖീഖിൻ, അടിമയുടെ മേലിലും. ഈ മൂന്നാളുകളുടെ മേലിലും ഹജ്ജ് നിർബന്ധമില്ല. നിർബന്ധമില്ല എന്ന് എഴുതിയിട്ട് ഒരു ചെയ്തുകൂടാനാണോ? അങ്ങനെയല്ല. ഫനുസുക്കു ഗൈരിൽ മുക്കല്ലഫി,
മുക്കല്ലഫല്ലാത്ത അഥവാ പ്രായപൂർത്തിയെത്താത്തവരോ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവരോ ആയ ആളുകൾ ചെയ്യുന്ന ഹജ്ജും ഉംറയും വമൻ ഫീഹി റിഖ്ഖുൻ, അതുപോലെ തന്നെ അടിമത്വമുള്ള ആള്, മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ അടിമയായ ഒരാൾ ചെയ്യുന്ന ഹജ്ജും ഉംറയും യഖഉ നഫ്ലൻ, അത് സുന്നത്തായി സംഭവിക്കും, സംഗതി സുന്നത്തിന്റെ കൂലി കിട്ടും. ലാ ഫർളൻ, ഫർളായി സംഭവിക്കുകയില്ല. അഥവാ അങ്ങനെ ചെയ്താൽ പിന്നീട് പ്രായപൂർത്തിയെത്തിയതിനു ശേഷം അല്ലെങ്കിൽ ബുദ്ധി ശരിയായതിനു ശേഷം അല്ലെങ്കിൽ അടിമ സ്വതന്ത്രനായതിനു ശേഷം കഴിവും സൗകര്യവും ഒത്തുവന്നാൽ വേറെ ചെയ്യണം, മുമ്പ് ചെയ്തത് കൊണ്ട് ഫർള് കൂടുകയില്ല എന്ന്. അങ്ങനെ മുസ്ലിമും മുക്കല്ലഫും ഹുറും സ്വതന്ത്രനും ആവണം. അതിന്റെ പുറമെ മുസ്തതീഉൻ ബിൽ ഹജ്ജി, ഹജ്ജ് ചെയ്യാൻ ആവതുള്ളവരും ആവണം. അങ്ങനത്തെവർക്ക് എന്താവുള്ളൂ, ഉജൂബാവുള്ളൂ. ആവത്, ഈ ആവത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എന്താണ് മനിസ്തതായിലേക്ക് സബീലാണല്ലോ. ഈ ഇസ്തിതാഅത്താണ് ഈ ആവത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ബിവിജ്ദാനി സാദി, യാത്രക്ക് വേണ്ടതായ വിഭവങ്ങൾ എത്തിക്കൽ കൊണ്ട്. സാദ് എന്ന് പറഞ്ഞ ഭക്ഷണം മാത്രമല്ല, യാത്ര ചെലവുകൾക്ക് വേണ്ടതൊക്കെ. റഹാബൻ വ ഇയാബൻ, അപ്പണ്ടാവും എന്താ പറയാ, ഇവിടുന്ന് പുറപ്പെട്ട് ഹജ്ജ് കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് തിരിച്ച് അവന്റെ നാട്ടിലെത്തുന്നത് വരെ വേണ്ടതായ ജീവിത ചെലവ്, യാത്ര ചെലവൊക്കെ. ഊജറത്തു ഹഫീരിൻ, അതോടുകൂടി അംഗരക്ഷകർ ആവശ്യമുള്ള സാഹചര്യമാണെങ്കിൽ അതിന്റെ വാടകയും. പോയി വരാനുള്ള യാത്ര ചെലവ് മാത്രം പോരാ, മറിച്ച് അംഗരക്ഷകർ വേണ്ട സാഹചര്യമാണെങ്കിൽ അതുകൂടി വേണം. ഹഫീർ എന്ന് പറഞ്ഞാൽ ഐ മുജീർ, യാത്രക്കാർക്ക് അഭയം നൽകാൻ, സുരക്ഷ നൽകാൻ വേണ്ട സൈന്യം. അതായത് അത് ഇപ്പോഴുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. സൗദി ഗവൺമെന്റ് വന്ന് കുറെ അക്രമികളെയൊക്കെ അടിച്ചൊതുക്കി കുറെ ആളുകളെ അംശാധികാരികളാക്കി ശമ്പളം കൊടുത്തു. അതുപോലെ തന്നെ ഈ കൊള്ളക്കാരും പിടിച്ചറിക്കാരുമായിരുന്ന ബതുക്കളെയൊക്കെ പിടിച്ച് പോലീസിലാക്കി. ഇന്ന് അൽഹംദുലില്ലാഹ് അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും മോമിനീങ്ങൾക്കില്ല. മക്കയിലും മറ്റ് ഹജ്ജിന്റെ പുണ്യസ്ഥലങ്ങളിലുമോ അവിടേക്ക് വരികയും പോവുകയും ചെയ്യുന്ന വഴികളിലോ ഇത്തരം കൊള്ളക്കാരുടെയും അക്രമികളുടെയും ഭീഷണിയില്ല, സുരക്ഷിതമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അത് നിലനിർത്തി തരുമാറാകട്ടെ. എന്നാൽ ഇടക്കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. മുൻഗാമികളുടെ കാലത്തൊക്കെ വളരെ സുരക്ഷിതമായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ സുരക്ഷിതമാണ്. ഇടക്കാലത്ത് വളരെ ഭീഷണിയായിരുന്നു. വലിയൊരു സംഘം സൈന്യം ആയുധങ്ങളും സർവ്വ സജ്ജീകരണങ്ങളുമായി ഹാജിമാർക്ക് മുന്നിലും പിന്നിലും ഇടതും വലതുമായി അവർക്ക് സുരക്ഷിതത്വത്തിനു വേണ്ടി നമ്മുടെ മന്ത്രിമാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പോലെ ഹാജിമാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടിയിരുന്നു. അപ്പൊ അതിന് ഭീമമായ ചെലവ് വരും. അതുകൊണ്ട് തന്നെ ഒറ്റം തെറ്റേറ്റ് ഹജ്ജ് യാത്ര ചെയ്യാൻ പാടില്ല. ഒന്നായിട്ട് സംഘമായിട്ടേ പോകാൻ പാടുള്ളൂ. അങ്ങനെ ഓരോ രാജ്യത്തു നിന്നും വരുമ്പം ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ് അവിടുത്തെ വലിയ പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ സൈന്യങ്ങളെ കൂടെ അയച്ചു കൊടുക്കും. അതിനു വേണ്ടി വരുന്ന ഫീസ് കൂടി കൊടുക്കാൻ കഴിവ് വേണം. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ സുരക്ഷിതമാണ്. ആ സുരക്ഷിതത്വം അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ അങ്ങനെ വേണ്ടി വരുമ്പോ ആ ഫീസും കൂടി കൊടുക്കാൻ കഴിവുണ്ടെങ്കിലേ ഹജ്ജ് വിജയമാവുള്ളൂ. ബിവിജ്ദാനി സാദി വഉജ്റതി ഖഫീരിൻ വറാഹിലത്തി, വാഹനം, യാത്ര ചെയ്യാൻ ആവശ്യമായ വാഹനം സ്വന്തം ഉണ്ടായാലും മതി. ഔ സമനുഹ, അല്ലെങ്കിൽ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ വാടകയ്ക്കാണെങ്കിൽ വാടകയോ കൊടുക്കാനുള്ള കാശുണ്ടാവും. സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ അങ്ങനെ പോകാം. അതല്ലെങ്കിൽ ഒരു വാഹനം വിലക്ക് വാങ്ങാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആവാം. ഇനി അതെല്ലാം വാടക കിട്ടുമെങ്കിൽ അങ്ങനെയും ആവാം. ഇപ്പൊ വാടകയ്ക്കാണല്ലോ, ടിക്കറ്റ് എടുത്ത് പോകുമല്ലേ. പക്ഷെ ഇങ്ങനെ വാഹന സൗകര്യവും കൂടി വേണം എങ്കിലേ വെച്ച് നിർബന്ധമാവുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇൻകാന ബൈനഹു, ഈ ഹജ്ജിന് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെയും ഒബൈന മക്ക ഷരീഫിന്റെയും ഇടയിൽ ഉണ്ടെങ്കിൽ മർഹലത്താനി, 2 മർഹല ദൂരമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിലാണ് വാഹന സൗകര്യം കൂടി ഉണ്ടെങ്കിലേ ഹജ്ജ് വുജൂബാവൂ എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ ദൂരവുമ 2 മർഹലയിൽ താഴേക്കേ ദൂരമുള്ളൂ. പക്ഷേ
നടന്നു പോകാൻ ആരോഗ്യപരമായിട്ട് സാധ്യല്ല, ബലഹീനന. അപ്പൊ 2 മർഹലയോ അതിൽ കൂടുതലോ ഉള്ളവർക്ക് നടക്കാൻ പറ്റുമെങ്കിലും വുജൂബാണെങ്കിൽ വാഹന സൗകര്യം ഉണ്ടെങ്കിലേ വുജൂബാവുള്ളൂ, അല്ലെങ്കിൽ പോകാം. എന്നാൽ 2 മർഹലയിൽ താഴെ ദൂരമുള്ളൂ എങ്കിലും നടക്കാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ വാഹനത്തിലെ അവന് യാത്ര ചെയ്യാൻ പറ്റൂ എങ്കിൽ 2 മർഹലയിൽ താഴെ ദൂരമുള്ളവനാണെങ്കിലും വാഹന സൗകര്യവും കൂടി ഉണ്ടെങ്കിലേ ഹജ്ജ് വുജൂബാവുകയുള്ളൂ എന്ന്. ഇങ്ങനെ അവന്റെ യാത്ര ചെലവ്, ഇങ്ങനെ അംഗരക്ഷകരുടെ ഫീസ്, അതുപോലെ തന്നെ യാത്ര ചെലവ്, വാഹനത്തിന് വേണ്ട വില അല്ലെങ്കിൽ ഇതിന്റെ വാടക, ഇതൊക്കെ വേണ്ടത് എപ്പം നഫഖത്തി മൻ യജിബു അലൈഹി നഫഖത്തുഹു, താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ, കഴിവില്ലാത്ത ഉമ്മവാപ്പമാര്, ജോലിയില്ലാത്ത, അതുപോലെ തന്നെ പ്രായമാകാത്ത കുട്ടികള്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചെലവ് കൊടുക്കൽ നിർബന്ധം. അവരുടെ ചെലവിന് വേണ്ടതും ഉണ്ടാവണം. താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമാവുന്നവരുടെ വസ്ത്രവും, അവർക്ക് വേണ്ട ഭക്ഷണ ചെലവും, അവർക്ക് വേണ്ട വസ്ത്രവും, അതിനുള്ള കഴിവും കൂടി വേണം. ഏതുവരെ ഇലറുജോയി, ഇവൻ ഇവിടുന്ന് പുറപ്പെട്ട് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് വരെ അവന്റെ ചെലവിനും യാത്ര വാഹനത്തിന്റെ വാടകയ്ക്കും അംഗരക്ഷകർ വേണമെങ്കിൽ ആ ചെലവിനൊക്കെ കഴിച്ചിട്ട് ഇവന്റെ ഭാര്യ, മക്കള്, കഴിവില്ലാത്ത ഉമ്മവാപ്പമാര് തുടങ്ങി അവൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായവരുടെ ചെലവിനും കഴിവുണ്ടെങ്കിലേ വുജൂബാവുള്ളൂ. അതിന്റെ പുറമെ ഇഷ്തർത്തു അയ്വൻ ലിൽ വുജൂബി, ഹജ്ജ് നിർബന്ധമാകണമെങ്കിൽ ഈ കഴിവൊക്കെ, അഥവാ സാദ്, റാഹിലത്ത്, ഉജ്റത്തു ഹഫീർ, ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ഭക്ഷണം, വസ്ത്രം എന്നിവയ്ക്ക് പുറമെ അമ്യുത്തുർക്കി അലൻ നഫ്സി വൽ മാൽ, ഈ യാത്ര ഉദ്ദേശിക്കുന്ന വ്യക്തി അവന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ഹജ്ജിന് പോയി തിരിച്ചെത്തുന്നത് വരെയുള്ള വഴി സുരക്ഷിതമായിരിക്കണം. ആരുടെ മേൽ സുരക്ഷിതമാകാൻ? നഫ്സി, ശരീരത്തിന് അപകടം പറ്റാതെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റണം. വൽമാരി, കൂടെ കൊണ്ടുപോകുന്ന ധനത്തിനും സുരക്ഷിതത്വം വേണം. ഇങ്ങനെ ദേഹത്തിന് അപകടം വരുമെന്നോ അതല്ലെങ്കിൽ തന്റെ ഹലാലായ സമ്പത്തിന് ഭീഷണിയാണെന്നോ കണ്ടാൽ വുജൂബാവില്ല. ഈ ചെലവ് വരുന്ന മുതല് വരൂമിൻ റസദിയിൻ, ചില റസദികൾ എന്ന് പറഞ്ഞാൽ ചില അതിർത്തികളിൽ പ്രത്യേകമായി ചുങ്കം പിരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ചില ആളുകളുണ്ട്. ആ വഴി കടന്നു പോകണമെങ്കിൽ അവര് പറയുന്ന ചുങ്കം കൊടുക്കണം, എങ്കിലേ കടന്നു പോകാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരു ചെലവാണ്. എങ്കിൽ പോലും അത് കൊടുക്കണ്ട. കാരണം അവൻ വെറുതെ ഹറാമായ മാർഗത്തിലേക്ക് കാശ് ചെലവഴിച്ചെങ്കിലേ ഹജ്ജിന് പോകാൻ പറ്റൂ എങ്കിൽ ആ ഹജ്ജ് വുജൂബില്ല എന്ന് ചുരുക്കും. വൈകല്ലമായ ഈ റസദി നമ്മളിൽ നിന്നിട്ട് പിടിച്ചെടുക്കുന്നത് കുറഞ്ഞതേ ഉള്ളൂ. പുരാന ഒരാൾ 100 റുപ്യ വീതം കൊടുക്കണം റസദിക്ക് എന്ന് കണ്ടു, ചുങ്കം കൊടുക്കുകയാണ്. ആ നിരക്ക് ഒരാൾ 100 റുപ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിരക്ക് ഒരു ദിവസത്തെ ഒരു നേരത്തെ മീൻ കറിവെക്കാനുള്ള മീൻ വാങ്ങാനുള്ള കാശേ ഉള്ളൂ. അങ്ങനെ കൊടുത്തുകാണ്ട് പോണ്ട, വുജൂബില്ല. ഹറാമായ മാർഗത്തിലേക്ക് കാശ് ചെലവാക്കിയെങ്കിലേ ഹജ്ജിന് പോകാൻ പറ്റൂ എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഹറാമ് ചെലവാക്കി പോകണം എന്നല്ല, ആ കൊല്ലം ഹജ്ജ് വുജൂബില്ല എന്നാണ് നിയമം എന്നർത്ഥം. അതുപോലെ തന്നെ ഒലബത്തു സലാമത്തിൽ റാക്കിബിൽ ബഹരി, കടലിൽ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ സലാമത്ത് വാലിബാവണം എന്ന് പറഞ്ഞാൽ, കപ്പൽ പഴയ കാലത്തൊക്കെ പായക്കപ്പലാണല്ലോ. ഈ യന്ത്രക്കപ്പലും സൗകര്യങ്ങളൊക്കെ കുറവായ കാലത്ത് മുമ്പ് പായ്ക്കപ്പലാ. ഈ പായ്ക്കപ്പല് കാറ്റും കോളും കടലിളക്കവും ഉണ്ടായാൽ പലപ്പോഴും മുങ്ങി ഹലാക്കാകലാണ്. അങ്ങനെ വരുമ്പോ പകുതിയിലധികം, ഉദാഹരണം 100 കപ്പൽ പുറപ്പെട്ടാൽ അതിൽ 60 കപ്പലും രക്ഷപ്പെടും, 40 കപ്പലൊക്കെ അപകടം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെ ഹജ്ജ് വുജൂബാണ്. അതേ സമയത്ത് 50ഉം 50ഉമാണ്. 50 രക്ഷപ്പെട്ടാൽ 50 മലാക്കാവും, അല്ലെങ്കിൽ 49 രക്ഷപ്പെടുമ്പോൾ 51 മലാക്കാണ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ കപ്പൽ യാത്ര ചെയ്തുകൊണ്ട് ഹജ്ജിന് പോകല്ലാവർക്കും വുജൂബില്ല. അപ്പൊ ഇനി ഫഇൻ ഒലബൽ ഹലാക്കു, ഒരു സമയത്ത് ഒരു കൊല്ലത്തിൽ ഹലാക്ക് കൂടുതലായി. എന്തുകൊണ്ട്? ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, ചില സമയങ്ങളിൽ കടലിൽ ശക്തമായ തിരയിളക്കം കൊണ്ട് രക്ഷപ്പെടൽ കുറവ്. അപ്പൊ ഉദാഹരണം 100 കപ്പൽ യാത്ര പോയാൽ അതിൽ 40ഉം
രക്ഷപ്പെടുള്ളൂ 60 മലാക്കാവും. അല്ലെങ്കിൽ വേണ്ട 49 രക്ഷപ്പെടുമ്പോൾ 51 മലാക്കാവുകയാണ്. ഇങ്ങനെ ഹലാക്ക് കൂടുതലാകുന്ന ഒരു സാഹചര്യം വന്നാൽ അവിസ്തവയ, അല്ലെങ്കിൽ രണ്ടും 50-50 ഒരു 50% രക്ഷപ്പെടുമ്പോൾ 50% മലാക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ലം യജിബ്, അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ കപ്പൽ യാത്ര ചെയ്തുകൊണ്ട് ഹജ്ജിന് പോകൽ വുജൂബിൽ നിന്ന് മാത്രമല്ല ബൽ യഹ്റുമു റുകൂബു ഫീഹി, ഇങ്ങനെ വരുമ്പോൾ ഈ സാഹചര്യത്തിൽ കടലിൽ യാത്ര ചെയ്യൽ ഹറാമ് തന്നെയാവും. ലഹു, ഹജ്ജിന് പോണവനാണെങ്കിലും ഒരു വൈരിയല്ലാത്തവർക്കാണെങ്കിലും. അപകടമാണ് കൂടുതൽ, അല്ലെങ്കിൽ അപകടവും രക്ഷയും രണ്ടും തുല്യമാണ്. ഈ സാഹചര്യത്തിൽ കടൽ യാത്ര ചെയ്യാൻ പാടില്ല. അത് ഹജ്ജിനും പാടില്ല, അല്ലാത്ത ആവശ്യത്തിനും പാടില്ല. ഇതൊക്കെ ഇപ്പൊ പുരുഷന്മാർക്ക് ഹജ്ജ് വുജൂബാകാനുള്ള കാര്യങ്ങളാ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ സ്ത്രീക്കുണ്ട്. അതിന്റെ പുറമെ വശുരിത ബിൽ വുജൂബി അലൽ മർഅതി, സ്ത്രീകളുടെ ഒക്കെ, പുരുഷന്റെ പുറമെ സ്ത്രീകൾക്ക് ഹജ്ജ് വുജൂബാവണമെങ്കിൽ ഷർത്താക്കപ്പെടും. ഇതിന്റെ പുറമെയാണ് കേട്ടോ. ഈ പറഞ്ഞ ഷർത്തുകളൊക്കെ സ്ത്രീക്കുണ്ട്. മാമാതുക്കിറ, മേൽ പറയപ്പെട്ട പുരുഷന്മാർക്ക് വുജൂബാകാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിന്റെ പുറമെ സ്ത്രീക്ക് പ്രത്യേകം വുജൂബാണ് അയ്യഹുറുജമാഹ, അവരുടെ കൂടെ പുറപ്പെടൽ മഹറമുൻ, ഒരു പക്ഷേ തൊട്ടാ വുളു മുറിയാത്ത അടുത്ത കുടുംബത്തിൽപ്പെട്ട ഒരാൾ മഹറം കൂടെ വേണം. അതല്ലെങ്കിൽ ഔസൗജുൻ, അല്ലെങ്കിൽ ഭർത്താവ് കൂടെ വേണം. ഇത് എല്ലാ മദ്ഹബുകൾക്കും സ്വീകാര്യമാ. അതിന്റെ പുറമെ നമ്മളെ മദ്ഹബിൽ ഇത്രയും കൂടിയുണ്ട്. ഔ നിസ്വത്തുൻ സിഖാത്തുൻ, അല്ലെങ്കിൽ വിശ്വസ്തകളായ ഒരു സംഘം സ്ത്രീകളെങ്കിലും കൂടെ വേണം. 3 സ്ത്രീകൾ, ഇവളല്ലാതെ 3 ആളുകളെങ്കിലും വേണം എന്നർത്ഥം. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് 2 ആൾ കൂടി ഉണ്ടായാൽ മതി, ഇവളും വേറെ 2 ആളും ഉണ്ടായ, അങ്ങനെ 3 ആളുണ്ടായാൽ മതി. എന്നാൽ മുഅ്തമദ് അങ്ങനെയല്ല, ഇവളുടെ പുറമെ 3 ആളെങ്കിലും വേണം. അപ്പൊ എന്നാൽ ചുരുങ്ങി 4 ആളെങ്കിലും ഉണ്ടാണെന്നർത്ഥം. അപ്പൊ ഒരു പക്ഷേ മഹറം വേണം, അതില്ലെങ്കിൽ ഭർത്താവ് വേണം, അതല്ലെങ്കിൽ വിശ്വസ്തകളായ ഒരു സംഘം സ്ത്രീകൾ, 3ൽ കുറയാത്ത സ്ത്രീകൾ, എന്ന് പറഞ്ഞാൽ ആകെ കൂട്ടിയ 4 ആളെങ്കിലും വരുന്ന സ്ത്രീകളുടെ സംഘം ഉണ്ടാവണം. ഈ 3 ആളൊന്നുണ്ടെങ്കിലേ സ്ത്രീക്ക് ഹജ്ജ് വുജൂബാവുന്നുള്ളൂ എന്ന്. അവിടെ വരൂ ഇമാൻ, ഈ സ്ത്രീകൾ വിശ്വസ്തരായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടിമയായാലും വിരോധമില്ല, സ്വതന്ത്രം തന്നെ ആയിക്കൊള്ളുന്നില്ല. എന്താ അങ്ങനെ? പുരുഷന്മാർക്ക് ഇപ്പൊ എത്ര ആൾ കൂടെ ഉണ്ടാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. പെണ്ണായപ്പം 3 ആളൊന്ന് വേണം. ഒരു പക്ഷേ ഭർത്താവ് വേണം, അതല്ലെങ്കിൽ മഹറം വേണം, അതും അല്ലെങ്കിൽ വിശ്വസ്തരായ ഒരു സംഘം സ്ത്രീകൾ വേണം. എങ്കിലേ അവർക്ക് ഹജ്ജ് യാത്ര വുജൂബുള്ളൂ എന്ന് പറയാൻ കാരണം എന്താ? ലിഹുർമത്തി സഫരിഹ, ഹജ്ജ് എന്ന് വേണ്ട ഏതൊരാവശ്യത്തിന് വേണ്ടിയാണെങ്കിലും സ്ത്രീ യാത്ര പോകൽ ഹറാമായതുകൊണ്ട് വഹദഹ, ആണോ, ഒറ്റയ്ക്ക് സ്ത്രീ യാത്ര ചെയ്യൽ ഹറാമാണ്. വഇൻ ഖസുറ, അത് ദീർഘയാത്ര അല്ലെങ്കിൽ പോലും സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ്. അപ്പൊ 2 മർഹലയോ അതിൽ കൂടുതലും ഉണ്ടാണെന്ന് ഷർത്തില്ല. അതിനാ വഇൻ ഖസുറാണ്. യാത്ര കസീറായ സഫറാണ്. പ്രത്യേകം പറയും, തൻഈമിൽ പോയിട്ട്, മക്കയിലുള്ള ഒരു സ്ത്രീ തൻഈമിൽ പോയിട്ട് ഉംറയ്ക്ക് ഹറാം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഹജ്ജിന് ഹറാം ചെയ്തുകൊണ്ട് മക്കയിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ പോലും ഫർളാണെങ്കിൽ ഈ 3-1 സുന്നത്താണെങ്കിൽ 2-1 ഷർത്താണ്. ഇല്ലെങ്കിൽ ആ യാത്ര ഹറാമാണ്. യാത്ര കസീറാണ്. അതല്ലെങ്കിൽ ഔകാനത്ത് ഫീ ഖാഫിലത്തിൻ അദീമ, വലിയൊരു സംഘത്തിലാണ് പുറപ്പെടുന്നത്. 10-500 ആളുള്ള ഒരു യാത്രാ സംഘത്തിലാണ് പുറപ്പെടുന്നത്. അവിടെ ഇപ്പം ഇവൾക്ക് സംശയകരമായ സാഹചര്യങ്ങളോ അപകട സാധ്യതകളോ ഒന്നുമില്ല. എന്നാലും പാടില്ല. ഒരു പക്ഷേ മഹറം, അല്ലെങ്കിൽ ഭർത്താവ്, അതല്ലെങ്കിൽ ഫർള ഹജ്ജിലാണെങ്കിൽ വിശ്വസ്തകളായ ഒരു സംഘം സ്ത്രീകൾ. ഈ 3-1 വുജൂബാവുള്ളൂ. എന്നാൽ വലഹ, പെണ്ണിന് ജായിസാണ് ബിനാ വുജൂബിൻ, വാജിബില്ലെങ്കിലും. വാജിബാകണമെങ്കിൽ ഈ 3-1 കൂടെ വേണം. എന്നാൽ വുജൂബില്ലെങ്കിലും ജായിസാണ് അന്തഹുറുജ, ഒരു സ്ത്രീക്ക് പുറപ്പെടാ മാ ഇംറാത്തിൻ സിഖത്തിൻ, മറ്റു ഒരു സ്ത്രീ, വിശ്വസ്തയായ ഒരു സ്ത്രീയോട് കൂടി പുറപ്പെടാം. എന്തിനു വേണ്ടി? അദായി ഫർളുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഫർളായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി. ഫർളായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവില്ല, മഹറമ കൂടില്ല, ഒരു സംഘം സ്ത്രീകളുമില്ല, ആകെ ഇവളും വേറൊരു സ്ത്രീയുമാണ്. എന്നാലും ഫർളായ ഇസ്ലാമിന്റെ 5 കാര്യങ്ങളിൽപ്പെട്ട 5ാമത്തെ ഫർളായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടും ജായിസാണ്.
ഒരു സംഘം സ്ത്രീകളോ മഹറമോ ഭർത്താവോ ഉണ്ടെങ്കിലേ വുജൂബാവുള്ളൂ. എന്നാൽ ഒരു സ്ത്രീ, വിശ്വസ്തയായ സ്ത്രീ കൂടെ ഉണ്ടെങ്കിൽ ഫർളായ ഹജ്ജിന് വേണ്ടിയിട്ടും ഫർളായ ഉംറയ്ക്ക് വേണ്ടിയിട്ടും പുറപ്പെടൽ ജായിസാണ്. എന്നാൽ പ്രത്യേകം പറയട്ടെ, വലീസലഹ, ഒരു പെണ്ണിന് പാടില്ല അൽ ഖുറൂജു, പുറപ്പെടാൻ പാടില്ല ലിതതവ്വുഇൻ, സുന്നത്തായ ഹജ്ജിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ സുന്നത്തായ ഉംറയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെടാൻ പാടില്ല. വലൗ മഅ നിസ്വത്തിൻ കസീറത്തിൻ, അതൊരുപാട് സ്ത്രീകൾ കൂടെ ഉണ്ടെങ്കിലും പാടില്ല. ഇത് പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കണം എന്ന് പറയാൻ കാരണം, ഇപ്പൊ സംഘങ്ങളുടെ കാലാണല്ലോ. ഹജ്ജ് സംഘങ്ങളും ഉംറ സംഘങ്ങളും വർദ്ധിച്ചു വന്നു. ഉംറ സംഘങ്ങളിൽ നോക്കിയാൽ 10% സ്ത്രീകൾ ഉണ്ടാവുമ്പോൾ പല ഹജ്ജ് ഉംറ സംഘങ്ങളിലും 90% അല്ലെങ്കിൽ 80% സ്ത്രീകളായിരിക്കും. 10, 20, 25% മാത്രം പുരുഷന്മാരാണ്. ഇവിടെ പലർക്കും മഹറം ഉണ്ടാവില്ല. എന്നിട്ട് കള്ളത്തരത്തില് ഏതെങ്കിലും ആളുകളെ മഹറമാണെന്ന് പറഞ്ഞ് വിസടിപ്പിക്കും. എന്നിട്ട് അന്യ പുരുഷന്മാരുടെ കൂടെ ഈ പെണ്ണുങ്ങളെ ഉംറ ചെയ്യാനെന്ന് പറഞ്ഞിട്ടും ഹജ്ജ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടും കോലം കെട്ടിക്കുക. സംഗതി മുമ്പ് ഫർളായ ഹജ്ജ് ചെയ്ത പെണ്ണായിരിക്കും, അല്ലെങ്കിൽ ഫർളായ ഉംറ ചെയ്ത സ്ത്രീ ആയിരിക്കും. ആ ഫർളായ ഉംറയോ ഫർളായ ഹജ്ജോ നിർവഹിച്ചു കഴിഞ്ഞാൽ സുന്നത്തായ ഹജ്ജോ സുന്നത്തായ ഉംറയോ നിർവഹിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ ഭർത്താവ് അതല്ലെങ്കിൽ മഹറമ് ഷർത്താണ്. 10,000 സ്ത്രീകൾ, അത് തന്നെ അസ്ഹാബുൽ ബദരീങ്ങളുടെ ഭാര്യമാരെ പോലത്തെ അത്രയും മുത്തഖീങ്ങളായ പെണ്ണുങ്ങളാണെങ്കിലും സുന്നത്തായ ഹജ്ജിനോ ഉംറക്കോ പുരുഷനില്ലാതെ പുറപ്പെടൽ ഹറാമാണ്. ഇതൊന്നും ഇപ്പൊ ആരും നോക്കലില്ല. ഇതിനിടയ്ക്ക് ഒരാൾ പറയണ തന്നെ കേട്ടു, ഒരു സ്ത്രീ മുമ്പ് ഹജ്ജൊക്കെ ചെയ്ത ആളാണ്, അന്നും ചെയ്ത ആളാണ്, ഇപ്പൊ കുറെ വിഷമിച്ച് ചെറിയൊക്കെ സംഘടിപ്പിച്ച് ഒരു ഉംറക്ക് പോകണം എന്നൊരാഗ്രഹം. അപ്പൊ ആരൊക്കെയോ ആ സ്ത്രീയോട് പറഞ്ഞത്രേ, നിങ്ങൾ ഫർളായ ഹജ്ജ് ഉംറയും മുമ്പ് ചെയ്ത ആളല്ലേ, ഇനി നിങ്ങൾ പോവുകയാണെങ്കിൽ ഒന്നിരിക്കൽ ഭർത്താവ് അല്ലെങ്കിൽ മഹറമായ തൊട്ടാ തോറിയാത്ത ആൾ കൂടെ ഉണ്ടെങ്കിലേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരു ഉസ്താദിനോട് ചെന്ന് ചോദിച്ചു. ആ ഉസ്താദ് പറഞ്ഞു, അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങളാണ് കൊടുത്തൂടി എന്ന് പറഞ്ഞു. അത് പറയാൻ പാടില്ല. ഫർളായ ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഫർളായ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ സുന്നത്തായ ഹജ്ജിനോ ഉംറക്കോ പുറപ്പെടണമെങ്കിൽ മഹറമോ ഭർത്താവോ നിർബന്ധമാണ്. അവിടെ വിശ്വസ്തരായ ഒരു സംഘം സ്ത്രീകൾ ഉണ്ടായാൽ പറ്റില്ല, ഹറാമാണ്. വൈൻ കസുര സഫറു കണ്ടോ, അത് കസീറായ സഫറാണ്. അപ്പൊ എങ്ങനെയെന്ന് ചോദിച്ചാല് ഇതൊക്കെ പറയുമ്പോ ആർക്കൊക്കെ മോഞ്ചൊളിയരുത്. അതായത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഫർളായ ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പുറപ്പെട്ടത്, കൂടെ മഹറമില്ല, കുറെ സ്ത്രീകൾ ഒന്നിച്ച് പുറപ്പെട്ടു. അങ്ങനെ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഉംറയ്ക്ക് ഹറാം ചെയ്തു പോയി. മക്കത്ത് ചെന്ന് പരിശുദ്ധമായ ഫർളായ ഉംറ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഈ സംഘങ്ങളൊക്കെ പുണ്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് തന്നീമ് പോയിട്ട് ഒരു ഉംറ ചെയ്യാൻ പോകും, അതുപോലെ തന്നെ ജെറാനയിൽ പോയിട്ട് ഒരു ഉംറ ചെയ്യാൻ പോകും. ഇത് സുന്നത്താ. കാരണം ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇഹ്റാം ചെയ്ത് ആ ഉംറയോടുകൂടി ഫർളായ ഉംറ കഴിഞ്ഞു. ഇനി ജെറാനയിൽ പോവുകയാണെങ്കിലും തന്നീമ് പോവുകയാണെങ്കിലും അതൊക്കെ സുന്നത്തായ ഉംറകളാ. ഈ സുന്നത്തായ ഉംറകൾക്ക് പെണ്ണുങ്ങൾക്ക് പോകണമെങ്കിൽ ഒരുപക്ഷെ ഭർത്താവ് കൂടെ വേണം, അല്ലെങ്കിൽ മഹറം കൂടെ വേണം. ഏതുപോരാ, വിശ്വസ്തരായ ഒരു സംഘം സ്ത്രീകൾ ഉണ്ടായാൽ പോരാ. ചില പെണ്ണുങ്ങൾ അമീറന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന അമീറന്മാരുണ്ട്. അവരെ പണി തന്നെ തന്നെ രാവിലെ അറമിന്ന് വന്ന് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പറയും, പെണ്ണുങ്ങളെ ഉമ്മക്ക് ഒരാളോടുണ്ടെങ്കിൽ ആരെങ്കിൽ പോലുണ്ടെങ്കിൽ ഒക്കെ ഒരുങ്ങിക്കൂടി അറിയും. ഇറ്റങ്ങൾ ഇത് കേട്ട് പോതി കേൾക്കാത്ത പോതി ഏതായാലും 10 രൂപ പൈസ മുടക്കിയിട്ട് മക്കത്ത് വന്നതല്ലേ, 2 റിയാലും എടുത്താൽ തന്നീമലും എത്തും, തിരിച്ചിങ്ങോട്ട് 2 റിയാലും എടുത്താൽ അങ്ങോട്ടും എത്തും. 4 റിയാൽ മുടക്കിയാലും ഉമ്മയാവുമല്ലോ, ഉസ്താദ് കൂടി ഉണ്ടല്ലോ, അങ്ങനെ ഇറങ്ങും. ഇവിടെ സുന്നത്തായ ഉംറക്ക് വേണ്ടിയിട്ടാണ് ഈ ഇറങ്ങുന്നെങ്കിൽ ഇത് ഹറാമാണ്. അത് യാത്ര ദീർഘില്ലല്ലോ, തന്നീമുക്ക് 5 കിലോമീറ്ററേ ഉള്ളൂ, 6 കിലോമീറ്ററേ ഉള്ളൂ. അത് പറഞ്ഞിട്ടേനില്ല. വൈൻ കസുര സഫറു കണ്ടോ, സഫർ കസീറാണെങ്കിലും വലിയൊരു സംഘം സ്ത്രീകൾ കൂടെ ഉണ്ടെങ്കിലും ഒക്കെ ഹറാമാണ്. ഇനി അതുമല്ല കാലത്ത് വിരൂപ്പിയാണ്, ആരും കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത ജാതിയാണ്. വയസ്സത്തേറ്റ് ഉമ്മാമേനെ അല്ലെങ്കിൽ കാണാനിങ്ങട്ട് ചേരിക്കുഞ്ഞിലെ കരുതൽ പോലെയാണ്. ഏതായാലും വേണ്ടിയില്ല, സുന്നത്തായ ഉംറക്കോ പുറപ്പെടണമെങ്കിൽ കൂടെ മഹറം വേണം, അതല്ലെങ്കിൽ സൗജ് വേണം.
വഖസ്സറഹു ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു ബി അന്നഹു യഹ്റുമു തീർച്ചയായും ഹറാമാകും അലൽ മക്കിയത്തി അലോണ അടിവരട്ടോളി അലൽ മക്കിയത്തി മക്കയിലുള്ള ഒരു സ്ത്രീ മക്കയിലുള്ള സ്ത്രീ എന്ന മക്കത്ത് തന്നെ ജനിച്ച അവിടെ നാഷണാലിറ്റി ഉള്ള ഒരു നിർത്തയില്ല മക്കയിൽ താമസിക്കുന്ന ഒരു സ്ത്രീ ആ മക്കയിൽ താമസിക്കുന്ന സ്ത്രീക്ക് ഹറാമാണ് എന്ത് തന്നൈമി പോയിട്ട് സുന്നത്തായ ഉംറ നിർവഹിക്കൽ മഹന്നിസായി പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അതായത് മഹറമില്ല പിന്നെന്താണ് വിശ്വസ്തയായതായ ഒരു സംഘം സ്ത്രീകൾ ഉണ്ടല്ലോ എന്ന് അത് പറയാൻ പറ്റൂല. ഒരു പക്ഷേ സ്ത്രീക്ക് കൂടെ മഹറം വേണം, അതല്ലെങ്കിൽ ഭർത്താവ് വേണം. എങ്കിലേ സുന്നത്തായ ഉംറക്ക് പോകാൻ പാടുള്ളൂ, സുന്നത്തായ ഹജ്ജിനും പോകാൻ പാടുള്ളൂ. ഖിലാഫുൽ രണ്ട് പറയത്തായാലുള്ളൂ. മക്കത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് 5 കിലോമീറ്റർ അല്ലെങ്കിൽ 6 കിലോമീറ്ററേ ഉള്ളൂ. അത് കസീറായ സഫറാണ്. കസീറായ സഫറിൽ സംഘം സ്ത്രീകളുണ്ടായാലും മതി എന്ന് ചിലർ പറഞ്ഞത് ശരിയല്ല. അവിടെ കസീറായ സഫറാണെങ്കിലും മക്കയിൽ നിന്ന് തന്നൈമിലേക്ക് പോകുന്ന കേവലം 6 കിലോമീറ്റർ വരുന്ന ദൂരമാണെങ്കിൽ പോലും സുന്നത്തായ ഉംറക്ക് പോവുകയാണെങ്കിൽ മഹറമോ സൗജോ വേണം, ഇല്ലാതെ പോകൽ ഹറാമാണ്. സമയം കുറച്ച് നീണ്ടുപോയോ? ഇല്ല, മതി.